ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും. നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ, ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. ഇതുവരെ 13 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി 14-ാമത്തെ ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ശ്ലോകം 1. സമനുസ്മൃതതാവകാം ഖ്രിയുഗ്മഃ സമനുഃ പങ്കജസംഭവാം ഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സമനുസ്മൃതതാവകാം ഖ്രിയുഗ്മ, അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സമനുസ്മൃത താവകാം ഖ്രി, ഖ്ര എന്നുള്ള അക്ഷരം ഒന്ന് ഊന്നി പറയണം. ഖ്രി എന്നുള്ളത് യുഗ്മ, ഗ മ എന്നാണ്. അവിടെ വിസർഗമുണ്ട്. സമനു, അവിടെയും വിസർഗം. പങ്കജ സംഭവാം ഗജന്മാ, നീട്ടിയിട്ട് സംഭവാം എന്നുള്ള ഭ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വാം എന്ന് ദീർഘം മുറുക്കം. നിജം അന്തരം അന്തരായ ഹീനം, അത് ചേർത്തിട്ട് നിജമന്തരമന്തരായ ഹീനം. നിജമന്ത നാത്ത എന്നാണ്. രമന്ത നാത്ത രായ ഹീനം ചരിതം തേ കഥയൻ, കഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സുഖം ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നീനായ, ഇവിടെ കണ്ടില്ലേ ഫസ്റ്റിൽ നീ ന, അപ്പം നമ്മളത് നീ എന്ന് ഉച്ചരിച്ചു. നീനായ, രണ്ടാമത് ന എന്നാണ് വരിക. നീനായ, അങ്ങനെ നിർത്താം. സമനുസ്മൃതതാവകാം ഖ്രിയുഗ്മഃ സമനു പങ്കജസംഭവാം ഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. അടുത്തത് 2-ാമത്തെ ശ്ലോകം. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുതം സമാസിഷേവേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സമയേ നീട്ടിയിട്ട് ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത്ര കർദ്ദമാഖ്യോ, കർദ്ദ ദ എന്നുള്ളത് മദ്ദളം എന്നൊക്കെ ഉള്ളതിൻ്റെ ദ എന്നാണ്. മെല്ലെ നൂന്നി പറയണം. കർദ്ദമാഖ്യോ, ഖ്യോ നവള ചിഹ്നം ദീർഘങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഖ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്രുഹിണ ഛായ ഭവസ്തദീയ, ദ്രുഹിണ ഛായ, ഛ എന്നുള്ളത് അച്ഛൻ എന്നൊക്കെ എഴുതുന്ന ഛ എന്നാണ്. കുറച്ച് ഊന്നി പറയണം. ദ്രുഹിണ ഛായ ഭവ, ഭ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്തദീയ ചേർത്ത് പറയുമ്പോൾ സാന്നും കൂടി വരും. തദീയ, ദ്രുഹിണ ഛായ ഭവ തദീയ, അത് ചേർത്തിട്ടാണ് സ്തദീയ എന്ന് വരുന്നത്. ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. ദീ എന്നുള്ളതിൻ്റെ വാച, വാച എന്നാണ്. ജ എന്നാവരുത്, വാച എന്നാവരുത്, വാച എന്നാണ്. ധൃതസർഗരസോ, ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധൃതസർഗ, ഋഗ എന്നുള്ളത് മെല്ലെ ഊന്നി പറയണം. 2 ഗ എന്നുണ്ട്. സർഗരസോ നിസർഗരമ്യം, ഇവിടെ അതേപോലെ തന്നെ 2 ഗ എന്നുണ്ട്. അപ്പം മെല്ലെ ഊന്നണം അത്. നിസർഗരമ്യം ഭഗവം, ഭഗവൻ ത്വാം അയുധം, അത് ചേർത്തിട്ടാണ് ഭഗവം സ്ത്വാമയുധം. ഭഗവം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്ത്വാമായുതം, സ്ത്വാ നവള
ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. സമാ അവിടെ ദീർഘമുണ്ട് വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. അവിടെ സമാ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ സിഷേവേ വേ എന്ന് നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. സമയേ ഖലു തത്ര കർദ്ദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്ത്വാമയുതം സമാസിഷേവേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.